തെർമൽ വാട്ടർ. ഭൂമിക്കടിയിൽ നിന്നും സ്വയം ചൂടായി വരുന്ന ചൂടുവെള്ളമാണ് തെർമൽ ഓർ സ്പ്രിംഗ് വാട്ടർ. ഇങ്ങിവിടെ അന്തോറയിലും ഈ താപജലം ലഭ്യമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി 35-ലധികം പ്രകൃതിദത്ത നീരുറവകളുണ്ട്. അന്തോറയിലെ ഏറ്റവും മൂല്യവത്തായ പ്രകൃതി വിഭവങ്ങളിൽ ഒന്നാണ് താപജലം അഥവാ തെർമൽ വാട്ടർ. ഇതിൽ ധാരാളം ധാതുക്കൾ, സോഡിയം, സൾഫർ എന്നിവയാൽ സമ്പുഷ്ടമായതിനാൽ ഈ ജലം പലവിധ രോഗശാന്തിക്കും ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് അലർജി വിരുദ്ധ ഇഫക്റ്റുകളുമുണ്ട്. ഈ കാണുന്ന നീരുറവകളാണ് അന്തോറയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ധാതുമൂലകങ്ങളുടെ സമൃദ്ധി കാണിക്കുന്നത്. ഏകദേശം 70°C ചൂടുണ്ട് ഈ വെള്ളത്തിന്. ഇത് അന്തോറയിലെ എസ്കാൽഡസ് എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ തെർമൽ വാട്ടർ ഉപയോഗിച്ച് ഇവിടെ ഒരു സ്പാ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഈ താപജലം ഉപയോഗിക്കുന്നതിനായാണ് ഈ സ്പാ പ്രവർത്തിക്കുന്നത്. ഇത് സൗത്ത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ തെർമൽ സ്പായാണ്. പേര് കാൽദേയ. ഇന്നത്തെ വീഡിയോ ഈ കാൽദേയയുടെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഈ സ്പായുടെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ സ്പായുടെ ഏറ്റവും വലിയ പ്രത്യേകത 3 വയസ്സിന് മേലെയുള്ള ആർക്കും ഈ സ്പായിൽ കയറാം എന്നുള്ളതാണ്. ഈ സ്പാ ഒരു ഫാമിലി ഫ്രണ്ട്ലി സ്പാ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പായാണ്. ഇതിന് 3 തരത്തിലുള്ള എൻട്രൻസ് ആണുള്ളത്. പ്രീമിയം, പ്ലസ്, ക്ലാസിക് എന്നിവയാണ്. അതിൽ പ്രീമിയം 16 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ക്ലാസിക്കിലും പ്ലസിലും കുട്ടികൾക്ക് ഫാമിലി ആയിട്ട് കയറാനായിട്ട് സാധിക്കും. നമ്മളിപ്പം പ്രീമിയത്തിൻ്റെ റിസപ്ഷനിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ എൻട്രൻസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സ്പാ മുഴുവൻ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട്. ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആണത്. നമ്മൾ പ്രീമിയം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാത്റൂമും ഒരു ടവലും ചെരുപ്പും നമുക്ക് തരും. ഇതാണ് ഇതിൻ്റെ ചേഞ്ചിങ് റൂം. ഇവിടെ കുറേ ലോക്കറുകളുണ്ട്. ഇതിൽ തുറന്ന് കിടക്കുന്ന ഏത് ലോക്കർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കയ്യിൽ കെട്ടാനായിട്ടൊരു ചെയിൻ പോലൊരു സാധനം തരും. ഈ ചെയിനാണ് ഇതിൻ്റെ കീ. ഇത് നമുക്ക് നമ്മുടെ കയ്യിലായിട്ട് കെട്ടിയിട്ട് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാം. നനഞ്ഞാലൊന്നും പ്രശ്നമുള്ളതല്ല. ഇത് വെച്ച് തന്നെയാണ് നമ്മൾ അടുത്ത ക്ലാസിക്, പ്ലസ് എന്നിവയിലേക്കൊക്കെ പോകാനുള്ള ആക്സസ് കീ കൂടിയാണിത്. ഈ സ്പായിൽ ഒരു ദിവസം നമുക്ക് ഏകദേശം 3000-ലധികം പേർക്ക് കയറാനായിട്ട് കഴിയും. അതിലൊരേ സമയം 1000 പേർക്ക് ഉപയോഗിക്കാനുള്ള ഫെസിലിറ്റീസുകൾ ഈ സ്പായ്ക്ക് ഉള്ളിലുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഹെയർ ഡ്രയറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് 2 ചേഞ്ചിങ് റൂമുണ്ട്. ക്ലാസിക് പ്ലസിന് വേറെ ചേഞ്ചിങ് റൂമാണ്. ഇപ്പം നമ്മൾ പ്രീമിയത്തിലാണുള്ളത്. ഈ കാണുന്നതാണ് പ്രീമിയത്തിലെ മെയിൻ സ്വിമ്മിംഗ് പൂള്. ഇത് ഹൈഡ്രോ മസാജ് ഉള്ള ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളാണ്. ആ പതഞ്ഞു പൊങ്ങുന്ന വെള്ളത്തിനകത്ത് നമുക്ക് ഇങ്ങനെ കിടക്കാനായിട്ട് കഴിയും.
ഈ മെയിൻ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തന്നെ നമുക്ക് ഔട്ട്ഡോർ പൂളിലേക്ക് പോകാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഔട്ട്ഡോർ പൂളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇതാണ് ഔട്ട്ഡോറിലെ ഫെസിലിറ്റീസ്. നമുക്കിവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ എത്ര നേരം വേണേലും കിടക്കാൻ പറ്റും. വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിൽ കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാം. അതുപോലെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് മഞ്ഞ് പെയ്യുന്നത് കണ്ടുകൊണ്ട് നമുക്ക് ഈ വെള്ളത്തിലെ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ എത്ര സമയം വേണേലും ഇരിക്കാം. ഇവിടെ ഒരു ഔട്ട്ഡോർ ജാക്കൂസി ഉണ്ട്. ഇനി ആ ജാക്കൂസി പോയി കുറച്ച് നേരം ഇരിക്കാം. ഇവിടെ ഒരു ഡോറുണ്ട്. ഇതിലൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സൗനയുണ്ട്, സ്റ്റീമുണ്ട്, നമുക്ക് റിലാക്സ് ചെയ്ത് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കൂടാതെ ചൂടുള്ള മാർബിൾ കല്ലുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ആ മാർബിൾ കല്ലിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനെ സുഖമായിട്ട് കിടക്കാം. ഈ കാണുന്നതൊക്കെ ചൂടുള്ള മാർബിൾ കല്ലുകളാണ്. അതിലൊക്കെ ചൂടുണ്ട്. നമുക്ക് ചാരി നിൽക്കുകയോ അതിൽ കിടക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൻ്റെ താഴത്തെ നിലയിലൊന്ന് പോയിട്ട് വരാം. ഇവിടെ ഒരു വലിയ അക്വേറിയം ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പലതരത്തിലുള്ള മീനുകളുണ്ട് ഈ അക്വേറിയത്തിനുള്ളിൽ. ഇതിലെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി നമുക്ക് ഇറങ്ങി താഴേക്ക് പോകാം. ഇവിടെയും ഒരു അടിപൊളി അക്വേറിയം ഉണ്ട്. കുറേ ഫിഷുകളുണ്ട് ഈ അക്വേറിയത്തിൽ. വളരെ ഭംഗിയായിട്ടുണ്ട് ഈ അക്വേറിയം കാണാനായിട്ട്. ഇവിടെ ഒരു റിസപ്ഷൻ കാണുന്നുണ്ട്. ഇത് ട്രീറ്റ്മെൻറ്റ് ഏരിയകളാണ്. ഇവിടെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്യാഷ് കൊടുത്ത് മേടിച്ചാൽ ട്രീറ്റ്മെൻറ്റുകൾ പലതും ചെയ്യാനായിട്ട് കഴിയും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് റൂമാണ്. ഇവിടെ ഒരു ഹാള് കാണുന്നുണ്ട്. ഇതൊരു റിലാക്സിങ് ഹാളാണ്. ഇവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റികളും റിലാക്സിങ് ചെയറുകളൊക്കെ ഉണ്ട്. ആക്ടിവിറ്റീസിൽ ബോൾസ് ടിബറ്റ് എന്ന് പറഞ്ഞൊരു ടിബറ്റൻ മ്യൂസിക് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ എൻട്രൻസിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള പലതരത്തിലുള്ള സോഫകളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹെൽത്ത് ക്ലബ്ബ് കൂടിയുണ്ട്. ഇവിടുത്തെ ഹെൽത്ത് ക്ലബ്ബിലെ മെമ്പർമാർക്ക് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടെ നീന്തി എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും.
ഇനി നമുക്ക് പ്രീമിയത്തിൽ നിന്ന് ക്ലാസിക് പ്ലസിലേക്ക് ഒന്ന് പോയി കാണാം. അവിടെയാണ് കൂടുതൽ സ്വിമ്മിംഗ് പൂളുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പലതരം സ്വിമ്മിംഗ് പൂളുകൾ അവിടെയുണ്ട്. ഫ്രൂട്ട്സിൻ്റെയും ലൈമിൻ്റെ ഒക്കെ സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഇതിനെക്കാട്ടിലും വലിയ സ്പാ അവിടെയാണുള്ളത്. വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ആ ക്ലാസിക് പ്ലസിലാണ് ഉള്ളത്. ഇത് മുമ്പേ നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ക്ലാസിക് പ്ലസിലേക്കുള്ള ആക്സസ് ഇതുവഴിയാണ്. നമ്മുടെ കയ്യെ കെട്ടിയിരിക്കുന്ന ബ്രേസ്ലെറ്റ് വഴി വേണം ആക്സസ് ചെയ്യാനായിട്ട്. ഈ കാണുന്നത് നാരങ്ങ ഇട്ട ചെറിയൊരു പൂളാണ്. കുറേ നാരങ്ങകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ 2 സൗന കാണുന്നുണ്ട്. കൂടാതെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളം പച്ച വെള്ളത്തിൻ്റെയാണ്. നമുക്ക് ഒത്തിരി ചൂടെടുത്തു കഴിഞ്ഞാൽ ഈ പച്ച വെള്ളത്തിൽ, ഈ തണുത്ത വെള്ളത്തിൽ നമുക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ കല്ലുകളൊക്കെ ഇട്ട ഒരു ചെറിയ പൂളാണ്. അതിൽ നമുക്ക് നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ ഈ ചെറിയ ഉരുളൻ കല്ലുകളുടെ മുകളിൽ കൂടി നമുക്ക് ഇങ്ങനെ നടക്കാനായിട്ട് പറ്റും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓറഞ്ച് ഫ്രൂട്ട്സ് ഇട്ട ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് ഓറഞ്ചൊക്കെ എടുത്ത് കളിക്കാനൊക്കെ പറ്റും. അവിടെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ അകത്ത് ഹൈഡ്രോ മസാജ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്. അതിൻ്റെ പുറത്തായിട്ട് 2 ഔട്ട്ഡോർ ജാക്കൂസികളും കൂടിയുണ്ട്. നമുക്ക് ആ ജാക്കൂസിയൊക്കെ ഒന്ന് പോയി കാണാം. ഇവിടെയാണ് ഈ ഔട്ട്ഡോർ ജാക്കൂസി ഉള്ളത്. 2 ജാക്കൂസി ഉണ്ട്. നല്ല ചൂടുവെള്ളമൊക്കെയുള്ള ജാക്കൂസിയെ. നല്ല മഞ്ഞൊക്കെ പെയ്യുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
നല്ല ചൂടുവെള്ളമാണ്, നല്ല തെർമൽ വാട്ടറും കൂടിയാണല്ലോ ഇത്. നമ്മുടെ ശരീരത്തിന് ഈ വാട്ടർ വളരെ ഉപകാരപ്രദമായ ഒരു വാട്ടറാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് താഴോട്ട് ഇറങ്ങിപ്പോകാനായിട്ട്. ഇനി നമുക്ക് ക്ലാസിക് എന്ന് പറഞ്ഞ മെയിൻ ഏരിയയിലേക്ക് പോകാം. ഇവിടെ ഒരു അക്വാറ്റിക് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ കാണുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇൻഫാൻറ്റിൽ സ്പായാണ്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ സ്പാ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. 8 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ചെറിയ സ്വിമ്മിംഗ് പൂളും ഉണ്ട് ഇവിടെ.
ഈ പനോരമിക്ക പൂളിൻ്റെ അടിവശത്തു കൂടി ഒരു റിവർ കൂടി ഒഴുകുന്നുണ്ട്. ആ റിവറിന് മുകളിലായിട്ടാണ് ഈ പൂള് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു റെസ്റ്റോ ബാർ കൂടിയുണ്ട്. അതിൻ്റെ പേര് ബ്ലൂ എന്നാണ്. ഈ കാണുന്നതാണ് ഈ റെസ്റ്റോ ബാർ. ഫുഡ് കഴിക്കേണ്ടവർക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ആർക്ക് വേണമെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഈ റെസ്റ്റോ ബാറിൽ വരാവുന്നതാണ്.
മ്യൂസിക് ഷോകളും ഇവിടെ നടക്കാറുണ്ട്. ഇവിടെ ഒരു ഷോപ്പ് കൂടിയുണ്ട്. സ്വിമ്മിംഗ് ഡ്രസ്സും സുവനീരും ഒക്കെ മേടിക്കേണ്ടവർക്ക് ഈ ഷോപ്പിൽ നിന്ന് അതും മേടിക്കാവുന്നതാണ്. സൗത്ത് യൂറോപ്പിലെ ഏറ്റവും വലിയ തെർമൽ സ്പായായ കാൽദയ 1994 ഉദ്ഘാടനം ചെയ്തത്. 2024 ഇതിന് 30 വർഷം പൂർത്തിയായി. അതുല്യമായ വാസ്തുവിദ്യയോടുകൂടിയ രൂപകൽപ്പന ചെയ്ത ഈ സ്പാ അന്തോറയുടെ ഹൃദയഭാഗമായ എസ്കാൽദസ് എന്ന നഗരപ്രദേശത്താണ്. അതുപോലെ അന്തോറയിലെ മനോഹരമായ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്പാ കൂടിയാണ് ഇത്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ടവറിൻ്റെ ഉയരം 80 മീറ്ററാണ്. ഇതിൽ തന്നെ പാർക്കിംഗ് ഉൾപ്പെടെ 18 നിലകൾ ഉണ്ട്. പ്രശസ്തനായ ഫ്രഞ്ച് വാസ്തുശില്പിയായ ജീൻ മൈക്കിൾ റൂൾസ് ആണ് ഈ കെട്ടിടം ഡിസൈൻ ചെയ്തത്. ഇത് അന്തോറയുടെ ഒരു ഐക്കോണിക് കെട്ടിടമായി നിലകൊള്ളുന്നു. വളരെ മനോഹരമായ ഒരു കെട്ടിടമാണിത്. ഫുൾ ഗ്ലാസ് കൊണ്ടാണ് ഇത് കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത്. 2026 ഈ സ്പാ ഒരു 4 സ്റ്റാർ ഹോട്ടലായി മാറുകയാണ്. ഈ റിസോർട്ടിന് 45 മുറികൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ മുറികളിലെല്ലാം തന്നെ തെർമൽ വാട്ടർ അവൈലബിൾ ആയിരിക്കും.